നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമുള്ളി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്തു. ജീവനക്കാരെ മാറ്റി നിർത്തിയായിരുന്നു അക്രമം. കമ്പ്യൂട്ടറുകളും കസേരകളും അടിച്ചു തകർത്തു. അർഹരായവർക്കെല്ലാം ഭൂമി നൽകുക എന്നത് സർക്കാർ നയമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ സ്മാർട്ട് കാർഡുകൾ കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതലെന്നും മന്ത്രി. മുണ്ടൂർ തൂത പാത നിർമ്മാണം. പണി പൂർത്തിയായ ഭാഗങ്ങളിൽ റോഡ് തകർച്ച. തൂത ഹെൽത്ത് സെന്ററിന് സമീപമാണ് റോഡ് തകർന്നത്. പരാതിയെ തുടർന്ന് റീടാർ ചെയ്ത ഭാഗമാണ് വീണ്ടും പൊളിഞ്ഞത്. പരാതി നൽകാനെത്തിയ പൊതുപ്രവർത്തകനോട് ചെർപ്പളശ്ശേരി SI മോശമായി പെരുമാറിയതായി ആരോപണം തള്ളി പോലീസ്. സമ്പൂർണ്ണ AI സാക്ഷരതാ പദ്ധതി പ്രഖ്യാപനം നടത്തിയ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. ആദ്യപടിയായി ആലിപ്പറമ്പ് GLPയിൽ AI ലാബും സജ്ജമായി. പദ്ധതി മലപ്പുറത്തെ വീണ്ടും അടയാളപ്പെടുത്തുമെന്ന് നജീബ് കാന്തപുരം MLA. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമുള്ളി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് യൂത്ത് ലീഗ് അക്രമം നടത്തിയത്. ജീവനക്കാരെയും ലേബർമാരെയും ഭയപ്പെടുത്തി മാറ്റി നിർത്തിയായിരുന്നു ആക്രമണം. യൂത്ത് ലീഗിൽ നിങ്ങൾക്ക് ഒരു വില കാണിച്ചിരണം. ഞങ്ങൾ സമരം ഓണം കഴിഞ്ഞാൽ പണി ആരംഭിക്കുമെന്നാണ് കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നത്. ചിറപ്പാട് മുതൽ ആനമുളി വരെ ടാറിംഗ് പൂർത്തിയാക്കാനുണ്ട്. പൊടി കാരണം യാത്ര ചെയ്യാനോ പ്രദേശത്തുകാർക്ക് താമസിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനെതിരെ ഞായറാഴ്ച ജനകീയ കമ്മിറ്റി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ പ്രതിഷേധം മുന്നിൽ കണ്ടാണ് യൂത്ത് ലീഗ് കരാറുകാരന്റെ ഓഫീസിലേക്ക് പ്രതിഷേധത്തിന്റെ മറവിൽ ആക്രമണം നടത്തിയത്. കസേരകളും കമ്പ്യൂട്ടറും അടിച്ചു തകർത്തു. സംഭവം നടക്കുമ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിട്ടും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. യൂത്ത് ലീഗിന്റെ ഗുണ്ടാ മോഡൽ ആക്രമണത്തെ KRFB കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അപലപിച്ചു.
അർഹരായവർക്കെല്ലാം ഭൂമി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിനായി നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഒരു മടിയും കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാമ്പി പരുതൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 8.25 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കും. ഓരോരുത്തരുടെയും റവന്യൂ രേഖകളെല്ലാം ഉൾപ്പെടുത്തിയതായിരിക്കും ഈ കാർഡ്. ഭൂമിയുടെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് 1939 സെറ്റിൽമെന്റ് ആക്ട് ഭേദഗതി ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് തലങ്ങളിൽ നടത്തിയ വിപ്ലവകരമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കപ്പെട്ടതുപോലെ റവന്യൂ വകുപ്പിലും ഇന്ന് റവന്യൂവിന്റെ സേവനങ്ങൾ കടൽ കടന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിമരുന്നുകയാണ്. സ്മാർട്ടിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെങ്കിൽ ഈ രാജ്യത്തിന്റെ കടൽ കടന്ന് അപ്പുറത്തു പോയി മണലാരണ്യങ്ങളിൽ മനുഷ്യന് വേണ്ടി മലയാളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന് കേരളത്തിൽ ഓർമ്മകളുടെ സൗന്ദര്യം പേറാൻ ഒരു നാഴിയൂരി മണ്ണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയാകട്ടെ, ബ്രിട്ടനാകട്ടെ, സിംഗപ്പൂരാകട്ടെ, ഗൾഫ് നാടുകളാകട്ടെ, കാനഡയാകട്ടെ, ലോകത്തിലെ 10 രാജ്യങ്ങളിൽ ഇരുന്ന് മലയാളികളായിട്ടുള്ള മനുഷ്യനെ ഇവിടെ റവന്യൂ വകുപ്പിലേക്ക് നടത്തേണ്ട എല്ലാ അപേക്ഷകളും ഓൺലൈനായി കൊടുക്കാനും ഓൺലൈനായി മറുപടി സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിൽ റവന്യൂ വകുപ്പ് മാറി. തദ്ദേശ റവന്യൂ വകുപ്പുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പോറുന്ന, ഏറ്റവും കൂടുതൽ അപേക്ഷകൾ പരിഗണിക്കേണ്ടി വരുന്ന, ഏറ്റവും പ്രയാസകരമായ വിധത്തിൽ മുന്നോട്ട് പോകേണ്ട 2 വകുപ്പുകൾ പൂർണ്ണമായും ആധുനികവൽക്കരിക്കുന്നതോടെ രാജ്യത്തിന്റെ ഭൂഭരണത്തിന്റെ ലാൻഡ് അഡ്മിനിസ്ട്രേഷന്റെ രംഗത്ത് ഐതിഹാസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതോടെ നവകേരളത്തിലേക്ക് നടത്താനുള്ള പ്രാപ്തി ഈ കേരളത്തിലുണ്ടാകും. മന്ത്രി എം. പി. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മക്കുട്ടി എടത്തോൾ എന്നിവർ പങ്കെടുത്തു. പരാതി നൽകാനെത്തിയ പൊതുപ്രവർത്തകനോട് ചെർപ്പളശ്ശേരി പോലീസ് SI മോശമായി പെരുമാറിയതായി പരാതി. സബ് ഇൻസ്പെക്ടർ ജയനെതിരെയാണ് യൂത്ത് ലീഗ് നേതാവ് രംഗത്ത് വന്നത്. എന്നാൽ കഴമ്പില്ലാത്ത ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നതെന്നും മാന്യമായി മാത്രമാണ് പരാതിക്കാരോട് താൻ പെരുമാറിയതെന്നും SI ജയൻ പ്രതികരിച്ചു. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിനായി ബന്ധുവായ യുവതി ഉൾപ്പെടെ 2 പേരോടൊപ്പം ശനിയാഴ്ച ഉച്ചയോടെ ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു യൂത്ത് ലീഗ് ചെർപ്പളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ചോലയിൽ റഫീഖ്. ഈ സമയം PRO ഡെസ്കിൽ ഉണ്ടായിരുന്ന SI ജയൻ ഇയാളോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. PRO ഡെസ്കിൽ പരാതി സമർപ്പിച്ച് ഇനി CI സാറേയോ SI സാറേയോ കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ച റഫീഖിനോട് തനിക്ക് ഞാൻ പോരെ എന്ന് ചോദിച്ച് SI ജയൻ ആക്രോശിക്കുകയായിരുന്നു എന്ന് റഫീഖ് പറഞ്ഞു. PRO ഡെസ്കിൽ ഇരിക്കുകയായിരുന്ന ഇദ്ദേഹം SI റാങ്കിലുള്ള ആളാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നും വളരെ സൗമ്യമായി സംസാരിച്ച തന്നോട് മറ്റു പരാതിക്കാരുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ പെരുമാറിയതെന്നും റഫീഖ് പറഞ്ഞു. പരാതി കൊടുത്ത ശേഷം അദ്ദേഹം അത് നോക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി CI സാറേയോ SI സാറേയോ കാണേണ്ടതുണ്ടോ, സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം വലിയ രീതിയിൽ പ്രകോപിതനാവുകയും അദ്ദേഹം പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു മിനിമം മാന്യത കാണിക്കണമെന്നും മര്യാദ കാണിക്കണമെന്നും എങ്ങനെയാണ് പെരുമാറുക എന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം എന്നോട് എൻ്റെ മുതുകിലുള്ള എൻ്റെ ഷോൾഡറിലുള്ള സ്റ്റാറുകളുടെ എണ്ണം കണ്ടില്ലേ, നിങ്ങൾക്കൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്നുള്ള തരത്തിൽ പ്രകോപിതനാകുന്ന തരത്തിൽ സംസാരിക്കുകയും അവിടെ കൂടിയിരുന്നുള്ള ജനങ്ങൾക്കിടയിൽ എന്നെ വളരെ രീതിയിൽ പരുഷമായി പെരുമാറുന്ന സാഹചര്യവും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കാണുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ഒരു രീതിയിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റവും ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ CI സാറേയോ SI സാറേയോ കണ്ട് സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ഏക കാര്യം. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ ചോദ്യത്തിൽ
പ്രകോപിതനാകേണ്ടി വന്നത് എന്നുള്ളത് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. അവിടെ ചുറ്റുഭാഗം ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. വളരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് ഒരാൾ പോലും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാത്ത തരത്തിൽ വളരെ ചെറിയ ശബ്ദത്തിലാണ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണമോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അപമാനം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണാൻ സാധാരണക്കാരന് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അവകാശം ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്. സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ഉനൈസ് മാരായമംഗലം, ഇക്ബാൽ ദുറാനി എന്നിവരോടും ഇയാൾ സമാനമായ രീതിയിൽ പെരുമാറിയതായി പരാതിയുണ്ട്. മുമ്പ് മണ്ണാർക്കാട് സ്റ്റേഷനിലായിരിക്കെ പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിന് നടപടി നേരിട്ട ആളാണ് SI ജയൻ എന്നും സമാന രീതിയിൽ പരാതിക്കാരോട് മോശമായി പെരുമാറുന്ന സമീപനം പോലീസിന് ചേർന്നതല്ലെന്നും SI ജയനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ഉനൈസ് മാരായമംഗലം, ഇക്ബാൽ ദുറാനി എന്നിവർ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഞാനും ഒരു SI ആണല്ലോ, എൻ്റെ സ്റ്റാറിൻ്റെ എണ്ണം കണ്ടില്ലേ നീ, ഒരു ഭീഷണി സ്വരം, എൻ്റെ സ്റ്റാറിൻ്റെ എണ്ണം നീ കണ്ടില്ലേ, ഞാൻ ഇട്ട കാക്കി നീ കണ്ടില്ലേ, അതൊന്നും അറിയാതെ നീ CIന് മെസ്സേജ് എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പരാതി തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി, സാറേ ഞാൻ കാണണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നീ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അവിടുന്ന് വളരെ മോശമായി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റു പരാതിക്കാരായ ആളുകളൊക്കെ കാണുക കേൾക്കെ വളരെ മോശമായിട്ട് താനൊരു പൊതുപ്രവർത്തനം എങ്ങനെയാണോ പൊതുപ്രവർത്തനം ചെയ്യുക, ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണോ ഡീൽ ചെയ്യുക എന്നുള്ള നിലക്ക് വളരെ മോശമായിട്ട് രീതിയിലാണ് അദ്ദേഹം അവിടെ പെരുമാറിയിട്ടുള്ളത്. അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും മേലുദ്യോഗസ്ഥനെ കാണുന്നതിൽ എന്താണ് ഇത്ര പ്രയാസം? നമ്മളെന്ന് ആരും പ്രയാസപ്പെടുത്താതെ കേൾക്കുക. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം പൂർണ്ണമായിട്ട് നടപ്പാക്കും എന്നില്ല, പക്ഷെ കേൾക്കാനുള്ളൊരു മനോഭാവം അവിടുത്തെ എല്ലാ പോലീസുമാർക്കും ഉണ്ട്. അവിടെ ഇരുന്ന് 15 മിനിറ്റിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം മാത്രമാണ്. സ്ത്രീകളായ പരാതിക്കാരോടൊക്കെ അയാൾ വിളിച്ച് പറയുന്ന ചില രീതികളുണ്ട്. അയാളെയാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടി എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ ആദ്യം പറയണം. അപ്പോൾ ഇത് ചെർപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ ഒരു പുതിയ അനുഭവമാണ്. സ്ത്രീകളായ പരാതിക്കാരെ അയാൾ വിളിക്കുന്നുണ്ട് പല രീതിയിൽ, പരാതി പറഞ്ഞിട്ട് തിങ്കളാഴ്ച വരണം, അതാണ്. അപ്പോൾ നമ്മൾ അസൗകര്യങ്ങൾ പറയും, മറ്റൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ആ ശൈലി സർവീസിന് ഗുണകരമല്ല. കാരണം നമ്മളൊക്കെ നികുതി പണം കൊണ്ട് അദ്ദേഹമൊക്കെ ഇതാണ്. അയാൾ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളോടും ഭീഷണി സ്വരത്തിലൊക്കെ സംസാരിച്ചു. നമ്മൾ ആ ഭീഷണി സ്വരത്തിന് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. കാരണം നമ്മൾ പൊതുപ്രവർത്തകരാണ്. ഇനി നമുക്ക് ആൾ ഇവിടെ വരണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ചെർപ്പശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളൂ. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. കാരണം നിയമ സംവിധാനത്തിൽ അത്രയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത് മുന്നോട്ട്. കാരണം ഇവിടെ പറഞ്ഞാൽ മൂപ്പര സർവീസൊക്കെ പറഞ്ഞു, മൂപ്പര ഒരു പിടുത്തം ഉണ്ടാവട്ടാണ് മണ്ണാർക്കാട്ടിൽ നിന്ന് എയർ ക്യാമ്പിലേക്ക് മാറ്റാൻ വന്ന ലിസ്റ്റ് മാറ്റി മൂപ്പര് ഇങ്ങോട്ട് വന്നു എന്നാണ്. എന്നാൽ ഇത് കഴമ്പില്ലാത്ത ആരോപണമാണ്. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വളരെ മാന്യമായി മാത്രമാണ് പരാതിക്കാരോട് പെരുമാറിയതെന്നും പൊതുജനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടും ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് താനെന്നും SI ജയൻ വ്യക്തമാക്കി. നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കകം തകർന്ന് റീടാർ ചെയ്ത റോഡ് വീണ്ടും തകർന്നു. മുണ്ടൂർ തൂതപാതയിൽ ഹെൽത്ത് സെന്ററിന് സമീപമാണ് റോഡ് തകർന്നത്. നവീകരണം പൂർത്തിയായ മുണ്ടൂർ തൂത റോഡാണ് മാസങ്ങൾക്കകം തകർന്നത്. റോഡിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകളും കുഴികളും രൂപപ്പെട്ടതിനെ തുടർന്ന് ഈ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി റീടാറിംഗ് പ്രവൃത്തികൾ ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചകൾക്കകമാണ് റീടാർ ചെയ്ത ഭാഗം വീണ്ടും തകർന്നു തുടങ്ങിയത്. തൂത ഹെൽത്ത് സെന്ററിന് സമീപമാണ് ഇത്തരത്തിൽ റോഡിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. തുടർച്ചയായ വളവുകളാൽ അപകട മേഖല കൂടിയായ ഈ ഭാഗത്ത് റോഡ് തകരുന്നത് വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുണ്ടൂർ തൂതാപാതയുടെ പണി ആരംഭിച്ചതു മുതൽ തന്നെ പ്രവൃത്തിയിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. റോഡ് പണി പൂർത്തിയായതോടെ ആശ്വാസമായി എന്ന് കരുതിയിരിക്കെയാണ് വീണ്ടും ആശങ്ക ഉയർത്തി ഇത്തരത്തിൽ റോഡിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകളും കേടുപാടുകളും രൂപപ്പെടുന്നത്. കടുവബേദിയിൽ തുവൂർ, നീലാഞ്ചേരി, കുണ്ടലാംപാടം, പാറക്കടവ് ഗ്രാമങ്ങൾ. പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ നേരിൽ കണ്ടതായി പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുവൂർ, കാളികാവ് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പാറക്കടവിലാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ചോക്കാട് കല്ലാമൂല സ്വദേശി പുളിവെട്ടിക്കാവിൽ ദാസൻ കഷ്ടിച്ചാണ് കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പാറക്കടവിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് ദാസൻ കടുവയെന്ന് തോന്നിപ്പിക്കുന്ന രൂപം കണ്ടത്.
പിന്നീട് അടുത്തു ചെന്നപ്പോൾ തനിക്ക് നേരെ പാഞ്ഞെടുത്തെന്നും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറാൻ കഴിഞ്ഞതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും ദാസൻ പറഞ്ഞു. ഞാനിവിടെ ടാപ്പിങ്ങിന് വന്നതാണ്. 2-3 തവണയായി കടുവേനെ കാണുന്നത്. അതിൽ ഒരു തവണ കണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 തവണയും കണ്ടതാണ്. ഇപ്പം മിനിഞ്ഞാന്നാണ് ഇന്നലെ ഈ സംഭവം നടന്നത്. അവൻ്റെ മുന്നിലേക്ക് ചാടുകയും കടുവ ചാടി ഞാൻ ബൈക്കിന് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറുക ചെയ്തത്. കടുവന്നെയാണ്. വരല്ലേ കടുവ. ഏകദേശം എത്ര വലിപ്പമുണ്ടാവും? ഏകദേശം ഈ ഉയരം ഒരു 25-30 ഇഞ്ച് ഉയരം നല്ല നീളമുണ്ട്. ഒരു തവണ മാത്രമാണോ നിങ്ങൾ കടുവനെ കണ്ടത്? 2 തവണ. 2 തവണ കണ്ടു. ഒരു തവണ ഇതന്നെയാണെന്നില്ല ഒരു മുഖം അത്രയും തടിപ്പ് കണ്ടതുകൊണ്ട് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കണ്ടത് ഒരു 7 മാസമായിട്ടുണ്ടാവും. ഇതേ തോട്ടത്തിൽ വെച്ച് മറ്റൊരു ടാപ്പിംഗ് തൊഴിലാളിയായ നെല്ലിക്കോടൻ ജനാർദ്ദനനും മാസങ്ങൾക്ക് മുൻപ് കടുവയെ കണ്ടതായി പറഞ്ഞിരുന്നു. എന്നാൽ അന്നത് ആരും കാര്യമായി എടുത്തില്ല. സംഭവം ഞാനാണ് ഫോണിൽ മേശരിനെ വിളിച്ചറിയിച്ച് പെട്ടെന്ന് ഫോറസ്റ്റുകാരെ വിളിച്ച് മേശരി കൊണ്ടുവന്നു. ആകെ കാട്ടിൽ കൂടെ തെരഞ്ഞ് അവർ ചവിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. ചവിട്ട് ഇപ്പോൾ ഭൂമിയെ കുറച്ച് കിടക്കല്ലേ, ചവിട്ടൊന്നും കാണൂല, പുല്ലൊക്കെ മാറി കിടക്കുന്നുണ്ട്. കടുവയെ കണ്ടെന്ന് പറയുന്ന റബ്ബർ തോട്ടത്തിനടുത്ത് കേസിൽപ്പെട്ട് കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഇതിൽ 30 വർഷത്തോളമായി കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ ആനകൾ നിന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര കാടാണ്. ഇവിടെയാകാം കടുവയുടെ താവളമെന്നും നാട്ടുകാർക്ക് സംശയമുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ വകവരുത്തിയ റാവുത്തൻകാടും പാറക്കടവിന് സമീപ പ്രദേശമാണ്. തുടർന്ന് കാട്ടുപന്നികളുടേതടക്കമുള്ള ജഡങ്ങളും കണാരൻപടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മലയോര ഹൈവേക്ക് അപ്പുറവും ഇപ്പുറവുമാണ് കണാരൻപടിയും കാടുമൂടിക്കിടക്കുന്ന ഭൂമിയുമുള്ളത്. അതുകൊണ്ട് തന്നെ കടുവയുടെ സാന്നിധ്യം തള്ളിക്കളയാനുമാകില്ല. മാമ്പ്രക്കുന്ന് SC ഉന്നതിയിലെ നിരവധി വീടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി പറയുന്നത്. അതിനാൽ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വാർഡ് അംഗം മുനീർ കുരിക്കൽ പറഞ്ഞു. മുമ്പാണ് ഈ പറഞ്ഞ തൊഴിലാളി ഈ തോട്ടത്തിൽ നിന്ന് കണ്ടു എന്ന് ആദ്യമായിട്ട് പറയണത്. അന്ന് ആളുകൾ അത് കൂടുതൽ കാര്യമായിട്ട് എടുത്തില്ല, ഒരു വെറുമ്പാക്കായിട്ട് തള്ളി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ഇയാൾ ഈ കടുവനെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ വളരെ നേരത്തെ ഒരു 3 മണിയാകുമ്പോഴേക്കും അവർ ടാപ്പിങ്ങിന് തോട്ടത്തിൽ എത്താറുണ്ട്. ആ വരുന്ന വഴിക്കാണ് ഈ സാധനത്തിനെ കണ്ടത്. ഇയാളടുത്തൊക്കെ പാഞ്ഞെടുത്തപ്പോൾ അയാളൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതെന്നാണ് അയാളുടെ സംസാരത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അധികാരികൾ ഇതിന് തക്കതായ നടപടികൾ കൈക്കൊണ്ട് ആളുകളുടെ ഭീതി അകറ്റണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വനം വകുപ്പ് സ്ഥലത്തെത്തിയെങ്കിലും കാര്യമായ പരിശോധനകളൊന്നും നടത്തിയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTA ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് MA അജിത്ത് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSTA ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AE ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. KSTA ജില്ലാ പ്രസിഡന്റ് MA അജിത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ആധാറുള്ളതും EAD ഉള്ളതുമായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും തസ്തിക നിർണയത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. അതുപോലെ തന്നെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അടിയന്തരമായി ഒരു അദാലത്ത് നടത്തി ഫയലുകൾ തീർപ്പാക്കണമെന്നുള്ളതാണ് മറ്റൊരാവശ്യം. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മളിന്ന് കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകർ ഇങ്ങനെ അടിക്കടിക്ക് തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന തൊഴിലാളികളാണ് തെരുവിലിറങ്ങാറുള്ളത്. നമുക്കങ്ങനെ തെരുവിലിറങ്ങേണ്ട സാഹചര്യമൊന്നുമല്ല കേരളത്തിൽ നിന്നുള്ളത്. ഉപജില്ലാ പ്രസിഡന്റ് S സുജീഷ് അധ്യക്ഷനായി. ഉപജില്ലാ സെക്രട്ടറി EP ഗിരീഷ്, ജില്ലാ ഭാരവാഹികളായ സുനിത, PM വെങ്കടേശൻ, M ബിന്ദു,
ജില്ലാ കമ്മിറ്റി അംഗം ബി ധരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സാധ്യതകളിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്താൻ സംസ്ഥാനത്ത് ആദ്യമായൊരു സർക്കാർ LP സ്കൂളിൽ AI ലാബ് സജ്ജമായി. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ GLP സ്കൂളിലാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ വളരെ നേരത്തെ തന്നെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പദ്ധതി തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സാക്ഷരതാ പദ്ധതി പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകളിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ LP സ്കൂളായ തൂത GMLP സ്കൂളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് സജ്ജമാക്കിയത്. ആധുനിക മെഷീൻ ലേണിംഗിലേക്ക് കാലം മാറി വരുമ്പോൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം വിവര സാങ്കേതികവിദ്യയുടെ നൂതന തലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിപ്പെടണം. ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിലെ സാധ്യതകൾ നേരത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ലാബ് ഉപകരണങ്ങൾക്കും കെട്ടിടം, വൈദ്യുതി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമടക്കം വേണ്ടിവന്ന 35 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത്. അഡാപ്റ്റ് എന്ന ഏജൻസിയാണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ചെയ്തത്. നജീബ് കാന്തപുരം MLA AI ലാബ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെന്തും സംഭവിക്കാൻ ടെക്നോളജി മതി എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. ആ കാലത്തിന്റെ അഡാപ്റ്റബിലിറ്റിയിലേക്ക് ഒരു നാട്ടിലെ കുട്ടികളെ കൊണ്ടുപോവുക എന്ന ശ്രമകരമായ ജോലിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത എന്നായിരുന്നു നമ്മുടെ ആദ്യ ലക്ഷ്യം. ഇത് കൈവരിച്ചപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ സാക്ഷരത എന്ന നിലയിലേക്ക് ഉയർന്നു. ഇപ്പോൾ സമ്പൂർണ്ണ AI സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഈ പദ്ധതി മലപ്പുറത്തെ വീണ്ടും അടയാളപ്പെടുത്തുമെന്ന് നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. സാക്ഷരത ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി വളർന്നപ്പോൾ അത് കൊണ്ടുവന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയമോ നിറമോ നോക്കാതെ ഒരു ജനത അത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും നല്ല പ്രായോക്താക്കളാക്കി 100% സാക്ഷരത നേടി അത്ഭുതമുണ്ടാക്കിയ ജില്ലയുടെ പേരാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതയിലാണ്. കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അക്ഷയ എന്നൊരു പ്രോജക്റ്റ് വഴി കേരളത്തെ ഡിജിറ്റൽ സാക്ഷരതയുണ്ടാക്കാനും സാക്ഷരത കമ്പ്യൂട്ടറിൽ സാക്ഷരത നേടുന്ന ഒരു കാലത്തിലേക്ക് നാം വികസിച്ചു. എങ്ങനെയാണോ സാക്ഷരതയിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ജനതയെ കൺവേർട്ട് ചെയ്തത്, അതേപോലെ പ്രായമായ നമ്മുടെ വല്യമ്മമാർ മൗസ് പിടിച്ച് കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് കേരളത്തെ അത്ഭുതപ്പെടുത്തിയ നാടായി മലപ്പുറം വളർന്നു. ഇന്നിതാ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആലിപ്പറമ്പ് പഞ്ചായത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സമ്പൂർണ്ണ സാക്ഷരതക്കായി ശ്രമിക്കുമ്പോൾ അത് മലപ്പുറത്തിൻ്റെ മറ്റൊരു സിഗ്നേച്ചറായി മാറും എന്ന അഭിമാനത്തോടെ ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സകല മേഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈയടക്കിയ ഈ കാലഘട്ടത്തിൽ ആ വിദ്യയിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഇന്ന് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ എല്ലാ മേഖലകളെയും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മേഖലകളെയും സ്പർശിച്ചു പോകുന്ന ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലാണെന്നുണ്ടെങ്കിൽ, കച്ചവടത്തിലാണെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ മേഖലയിലാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ജീവിതവുമായി സ്പർശിച്ചു പോകുന്ന മുഴുവൻ മേഖലകളും ഇന്ന് AI സാങ്കേതിക വിദ്യ കൈയടക്കി വെച്ച ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മെഷീൻ ലേണിങ്ങിൻ്റെ സാധ്യതകളിലേക്ക് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം അത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ അത് ഉദ്ദേശിക്കുന്നത് അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവുമെന്നുള്ളതാണ്. അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസം, അവർ ഈ ടെക്നോളജിയിൽ പിറന്നു വീണ ആളുകളാണ്, നമ്മൾ ഈ ടെക്നോളജിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ്, എന്നുവെച്ചാൽ കുടിയേറി വന്ന ആളുകളാണ്. ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ KP നൌഫൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു.
ആലിപ്പറമ്പിനെ സമ്പൂർണ്ണ AI പഞ്ചായത്താക്കുന്ന പദ്ധതി തുടങ്ങുന്നതിന്റെ പ്രഖ്യാപനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ നിർവഹിച്ചു. കാലഹരണപ്പെട്ട വസ്തുക്കളായി നമ്മളൊക്കെ മാറുന്നതിന് മുമ്പായി ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു മനസ്സ് സാക്ഷരതയുടെ കാര്യത്തിലും ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിലും നമുക്കൊക്കെ ഉണ്ടാക്കിയെടുത്തതുപോലെ ഉണ്ടാക്കണം എന്ന് മാത്രം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ വിഷയത്തിൽ നമ്മുടെ മണ്ഡലത്തിന് എന്ന് മാത്രമല്ല കേരളത്തിനാകമാനം മാതൃകാപരമായിട്ടുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അഡാപ്റ്റ് CEO ഉമർ അബ്ദുസലാം പദ്ധതികൾ വിശദീകരിച്ചു. നമ്മുടെ കുട്ടികൾ അത് എത്ര ചെറിയ മക്കളായിക്കോട്ടെ എത്ര വലിയ മക്കളായിക്കോട്ടെ ഇന്ന് ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലാണുള്ളത്. ആഗോളവൽക്കരണത്തിന്റെ കാലം എന്ന് പറയും. അഥവാ ഇവിടുത്തെ കുട്ടികൾ മത്സരിക്കുന്നത് ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ജില്ലയിലോ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തമുള്ള കുട്ടികളോട് മത്സരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള കുട്ടികളുമായിട്ട് മത്സരിച്ച് മാത്രമേ ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു കരിയർ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നല്ല ജീവിതം ഉണ്ടാവണം, നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ല ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ കഴിയണം. അപ്പൊ അതില് ഏറ്റവും അടിസ്ഥാനമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ നമ്മുടെ കുട്ടികൾക്ക് നൈപുണ്യം ഉണ്ടാവണം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷീജ മോൾ, സ്ഥിരം സമിതി അധ്യക്ഷനായ CH ഹമീദ്, ജൂബില ലത്തീഫ്, CP ഹംസക്കുട്ടി, പഞ്ചായത്ത് അംഗങ്ങൾ, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞിമൊയ്തു, PTA പ്രസിഡന്റ് ഷാഫി ചുങ്കത്ത്, പ്രധാനാധ്യാപിക V ജമീല B, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TK ഹംസ, A പ്രേംകുമാർ, ബഷീർ KK, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 150 കുട്ടികളെ അഭിരുചി പരീക്ഷ നടത്തി AI ലാബിലേക്ക് തിരഞ്ഞെടുക്കും. പ്രത്യേക സിലബസ് ഷെഡ്യൂൾ പ്രകാരം ഇവർക്ക് പരിശീലനം നൽകും. കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടം നിർമ്മാണം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഇടതംഗങ്ങൾ ആവശ്യപ്പെട്ടു. കെട്ടിടം നിർമ്മാണത്തിൽ മാത്രമല്ല സമീപത്തെ മൺതിട്ട നീക്കുന്നതിൽ പോലും ക്രമക്കേട് നടത്തിയെന്ന് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കെട്ടിട നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിനായി തയ്യാറാക്കിയ 20 ലക്ഷം രൂപയുടെ പദ്ധതി പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന് നൽകാൻ ഭരണസമിതി തീരുമാനിച്ചത് ജൂലൈ 15-നാണ്. കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഓഗസ്റ്റ് 8-നുമാണ്. സിൽക്ക് ഈ പ്രവൃത്തി ടെൻഡർ വിളിച്ച് പൂർത്തീകരിക്കാൻ സമയമെടുക്കുമെന്ന് ഭരണസമിതിക്ക് അറിയാമായിരുന്നിട്ടും 1 മാസത്തെ ഇടവേള പോലുമില്ലാതെ ഉദ്ഘാടനം നിശ്ചയിച്ചതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ട്. ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ വിജിലൻസ് അന്വേഷണം ഇടതുപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അതിന് സ്വാഗതം ചെയ്തെങ്കിലും ഇക്കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്താൻ ഭരണസമിതി തയ്യാറായില്ല. ഇതിനർത്ഥം ഭരണസമിതിക്ക് എന്തോ മറച്ചുവെക്കാനുണ്ടെന്നാണ്. കെട്ടിടത്തിന്റെ സമീപത്തെ മൺതിട്ട നീക്കുമ്പോഴുള്ള മണ്ണ് പഞ്ചായത്തിന്റെ MCFന്റെ ഭാഗത്ത് ഇടാനാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 1 ലോഡ് മണ്ണാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. ബാക്കി മണ്ണ് കടത്തിയതിലും ക്രമക്കേടുണ്ട്. AE ഇല്ലാത്ത സമയത്ത് AEയുടെ ലോഗിൻ ഉപയോഗിച്ച് കൊട്ടേഷനിൽ തിരിമറി നടത്തിയതും അന്വേഷിക്കണമെന്ന് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15-ാം തീയതി ബോർഡ് തീരുമാനമെടുത്തത്. അപ്പോൾ 10-15 ദിവസം കൊണ്ട് ഈ സിൽക്കിനെ പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് ഈ 15 ദിവസം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കും എന്നുള്ളത് ആർക്കും നോക്കിയില്ല. കാരണം എഗ്രിമെന്റ് പോലും വെക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ അപ്പോൾ അതിന് മറുപടി എന്നാണ് സെക്രട്ടറി പറഞ്ഞത്, അത് പെട്ടെന്ന് അടിയന്തര സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വർക്കൊക്കെ ആവശ്യപ്പെട്ട വർക്കൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒരു എഗ്രിമെന്റ് പോലും ഇല്ലാതെ ആര് പറഞ്ഞിട്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു വെച്ചപ്പോൾ സെക്രട്ടറി അത് ഭരണസമിതി വന്നിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആരെ വർക്ക് എടുത്ത് വെച്ചപ്പോൾ അവിടെ നിലവിലുള്ള കരാറുകാരനാണ് വർക്ക് എടുത്തത് എന്നുള്ളതാണ് പറഞ്ഞത്. ആരാണ് മേൽനോട്ടം വഹിച്ചതെന്ന് വെച്ചിരിക്കുമ്പോൾ അത് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയത്. അത് ഓവർസിയർമാർ നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അത് പറ്റില്ല. കാരണം പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ എഗ്രിമെന്റ് വെച്ചുകൊണ്ട്, അതായത് വഴി കൂടി പോകണം ആരെങ്കിലും വർക്ക് എടുപ്പിക്കാനല്ല. ഇത് പൊതുമേഖലാ സ്ഥാപനമായ ഇവർക്ക് കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായി അവരുടെ എഞ്ചിനീയറിംഗും ബാക്കിയുള്ള ആളുകളൊക്കെ പോയി കൃത്യമായി സന്ദർശിച്ച് അവരുടെ മേൽനോട്ടത്തിൽ വർക്ക് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഭരണസമിതി തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി സെക്രട്ടറിയും അതുപോലെ തന്നെ 1-2 ആളുകളും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത്തരമൊരു തീരുമാനം എടുക്കാറുണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ ഈ യോഗത്തിൽ അതിശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു കഴിഞ്ഞ പത്രസമ്മേളനത്തിലൊക്കെ ചില വെല്ലുവിളികൾ കണ്ടു. ഏത് അന്വേഷണത്തോടും എവിടെ വേണമെങ്കിലും ഭാഗവതനൊക്കെ തയ്യാറാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ അത്രത്തെ ധൈര്യമുള്ള ആളുകൾ ഞങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ ചളി പുരണ്ടിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ 7 മെമ്പർമാർക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ട്, ഇത്തരം ആക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ
പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കുടുംബശ്രീ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള മൺതിട്ട നീക്കം ചെയ്ത് പ്രസ്തുത സ്ഥലത്തെ അധികമുള്ള മണ്ണ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള MCF സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള റോഡിൽ നിക്ഷേപിച്ച് പ്രസ്തുത റോഡ് ഉയർത്തുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി തീരുമാനിച്ചു. അപ്പോൾ അതിനെയും അവിടെ നിന്ന് എടുക്കുന്ന അത് തന്നെ തമാശയാണ്. നിങ്ങൾ ഈ പത്രക്കാരൊക്കെ അവിടെ വന്ന ആളുകൾക്ക് അറിയാം, വളരെ ചെറിയ സ്ഥലമാണ്. അവിടെ ഏതാണ്ട് 40 ലോഡ് മണ്ണുണ്ട് എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ആ 40 ലോഡ് മണ്ണ് അവിടെ കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ MCF ഉണ്ട് നമ്മുടെ UP സ്കൂളിലെ ബാക്കിൽ ഇപ്പം അന്ന് കത്തിയ സ്ഥലത്ത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി അവിടെ കുറച്ച് ഉയർത്തുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും വേണ്ടി എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടറിയോട് ആ കാര്യം ചോദിച്ചപ്പോൾ സെക്രട്ടറി അവിടെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവർ ലോഡ് മണ്ണ് മാത്രമാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചപ്പോഴും അതിന് കൃത്യമായ മറുപടിയില്ല. അവിടെ ഒരു വർക്കിന് ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി എല്ലാതും കഴിഞ്ഞതിന് ശേഷം AE ഇല്ലാത്ത സമയത്ത് AEയുടെ ലോഗിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ ഫണ്ടിൽ തിരിമറി നടത്തിക്കൊണ്ട് അവിടെ ഒരു വർക്ക് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ AE പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൊടുത്ത കത്താണിത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ലോഗിന് അനധികൃതമായി ഉപയോഗപ്പെടുത്തി അതിനകത്ത് മാറ്റം വരുത്തിയിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന ബാക്കി കാര്യങ്ങൾക്കൊന്നും അവർ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തിരിമറികളൊക്കെ നടക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ്. മുഹമ്മദ് ഷമീർ, ഖാദർ കുത്തനിയിൽ, അജിത്, ഹരിദാസ് ആറ്റക്കര, വിനീത, ശ്രീജ, രുക്മണി കുഞ്ചീരത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പദ്ധതിയുടെ ഭാഗമായി ഫോറസ്റ്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു. വന്യജീവികളുമായി ബന്ധപ്പെട്ടതും ഫോറസ്റ്റിന്റെ അധീനതയിലുള്ളതുമായ പരാതികൾ സ്വീകരിക്കാൻ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു. പൊതുജനങ്ങൾക്ക് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഏത് പരാതികളും നൽകാൻ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിന് മുന്നിൽ പരാതിപ്പെട്ടി സ്ഥാപിച്ചു. ഈ മാസം 30 വരെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ പരാതികൾ സ്വീകരിക്കുന്നത്. എല്ലാ ദിവസവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരാതിപ്പെട്ടിയിലെ പരാതികൾ തുറന്ന് പരിശോധിക്കും. എല്ലാ പരാതികൾക്കും അനുഭാവപൂർവ്വം നടപടികൾ കൈക്കൊള്ളും. വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഫോറസ്റ്റ് വകുപ്പ് മുഖേന നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ മുതലായവയെല്ലാം ഈ ഡ്രൈവിൻ്റെ ഭാഗമായി നടപ്പിലാക്കും. കേരള സംസ്ഥാന സർക്കാർ ഫോറസ്റ്റ് വകുപ്പാണ് വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അധ്യക്ഷയായി. ഫോറസ്റ്റ് ഓഫീസർ K. സന്തോഷ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C. ഹരിദാസൻ, K. സുമതി, M. ഗിരിജ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ, K. ലിനി, S. രാജശ്രീ, M. K. പ്രദീപ് എന്നിവരും H. ഷംന, ഫോറസ്റ്റ് ഓഫീസർമാരായ K. പ്രഭാത്, E. R. ഹരിദാസ്, V. വിനീത, N. ബാബു, P. അനൂപ്, കൃഷ്ണൻകുട്ടി, സലാം, സതീഷ്, കുഞ്ചു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഈ പഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ചെയ്യേണ്ടത്. നമ്മൾ സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. ബില്ല് നിങ്ങൾ തന്നെ, എംബുക്ക് എഴുതേണ്ടത് നിങ്ങൾ തന്നെ, തൊഴിലുറപ്പുകാരെ തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ ഞാൻ കൊല്ലംകോട് ഇരുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 3 പഞ്ചായത്ത്, അതായത് മൂലമട പഞ്ചായത്ത്, കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത്, എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, കാട്ടിനുള്ളിൽ ഫെൻസിങ് എടുത്തതിൻ്റെ അടിയിൽ 3 മീറ്റർ വീതിയിൽ അവർ കല്ല് പതിച്ചിട്ടുണ്ട്. അതായത് പുല്ല് മേലോട്ട് വളർന്നു വരാതിരിക്കാൻ വേണ്ടി മഴക്കുഴി എടുത്തിട്ടുണ്ട്. പിന്നെ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്, കുളം നവീകരിച്ചിട്ടുണ്ട്, കയ്യാലകൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പണി കൃത്യമായിട്ട് ഫോറസ്റ്റ് കേസ് ഉള്ളതല്ല, അതല്ല, പക്ക വനഭൂമി. അപ്പം അവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നമുക്ക് പണി കൊടുക്കാൻ പറ്റും. അപ്പം ഒരു പരിധി വരെ ഞങ്ങൾക്കും ഈ ആൾക്കാരെ ഞങ്ങളെ കുറ്റം പറയുന്നതെങ്കിലും കുറച്ച്. കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹയജ്ഞവും സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ നടക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് 5ാമത് നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹയജ്ഞവും നടക്കുന്നത്. കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സെപ്റ്റംബർ 22 വൈകുന്നേരം 4:30 നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സദസ്സ് പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 6 മണി മുതൽ ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി നടക്കും. 2025 ചേറമ്പറ്റ ദേവി പുരസ്കാരവും ഡോക്ടർ പ്രശാന്ത് വർമ്മയ്ക്ക് നൽകി ആദരിക്കും. 23 മുതൽ ഒക്ടോബർ 2 വരെ വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്നും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വിജയദശമി ദിനത്തിൽ രാവിലെ 10 മണിക്ക് കലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടക്കും.
തത്വരസികൻ പ്രസാദ് പുളിക്കൽ പഠനകേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സപ്താഹ സമിതി ചെയർമാൻ സുധീർ പടിയത്ത് പറമ്പിൽ, കമ്മിറ്റി പ്രസിഡന്റ് സുജേഷ് ഉണ്ണി, വൈസ് പ്രസിഡന്റ് ഗിരീഷ് കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ചെറമ്പറ്റ ദേവി പുരസ്കാരം സമർപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നവരാത്രി ആഘോഷങ്ങളിൽ കേരള കലാമണ്ഡലത്തിലെ HOD ആയിട്ടുള്ള നൃത്തവിഭാഗം HOD ആയിട്ടുള്ള സംഗീത പ്രസാദ്, അതേപോലെ പ്രശസ്ത ഗായിക ശ്രീമതി സുനിത നെടുങ്ങാടി, പ്രശസ്ത നർത്തകിമാരായിട്ടുള്ള ശ്രീമതി വിനീത നെടുങ്ങാടി, മീര മനോജ് തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അതേപോലെ പ്രശസ്തനായിട്ടുള്ള ആചാര്യൻ, പ്രഭാഷകൻ ആചാര്യൻ ശ്രീ വ്യാസൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണം, അതേപോലെ സോപാന സംഗീത കുലപതി ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം തുടങ്ങിയ നിരവധി കലാപരിപാടികൾ ഈ നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര മണ്ണാർക്കാടും എത്തി. വെള്ളിയാഴ്ച അലനല്ലൂർ ഏരിയയിൽ വിവിധയിടങ്ങളിലെ പ്രയാണത്തിനു ശേഷം സമാപന സംഗമം ഭീമനാട് മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ നടന്നു. ഒക്ടോബർ മാസം 12-ാം തീയതി പാലക്കാട് കോട്ടമൈതാനത്ത് നടക്കുന്ന ഹിന്ദു മഹാസംഗമത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ രഥപ്രയാണം നടക്കുന്നത്. ഈ മാസം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് മണ്ണാർക്കാട് മേഖലയിൽ പ്രയാണം നടക്കുക. 19-ാം തീയതി വെള്ളിയാഴ്ച ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച അലനല്ലൂർ ഏരിയയിലെ പ്രയാണം 8ഓളം കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷം കോട്ടപ്പാടം ഭീമനാട് മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ സമാപിച്ചു. വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതം സംശുദ്ധമാകണം, സംസ്കാരം സംശുദ്ധമാകണം. അപ്പൊ ആ വ്യക്തി എത്രത്തോളം പൗരബോധമുള്ളവനായി മാറുന്നോ അത് ഈ രാഷ്ട്രത്തിന്റെ സ്വത്തായി മാറുകയാണ്. അപ്പൊ പൗരബോധമുള്ള ഓരോ വ്യക്തിയും ഈ സമാജത്തിൽ ഉണ്ടാകണം. ആ പൗരബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ കുടുംബങ്ങളും നമ്മുടെ സമാജത്തിൽ ഉണ്ടാകണം. ആ ഓരോ കുടുംബവും ഒരു ദേവാലയമാകണം, ഓരോ കുടുംബവും ഒരു വിദ്യാലയമാകണം, ഓരോ കുടുംബവും ഒരു ആതുരാലയമാകണം, ഓരോ കുടുംബവും ഒരു ധനാഗമനാലയമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കണം. മാത്തൂർ വെട്ടിക്കാട് ശ്രീശങ്കര അദ്വൈതാശ്രമം അധ്യക്ഷൻ സ്വാമി ദേവാനന്ദപുരി, സ്വാമിനി സത്യപ്രിയാനന്ദ സരസ്വതി, യാത്ര ജില്ലാ കോർഡിനേറ്റർ ജി മധുസൂദനൻ, ശ്രീരാമനുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രയാണം നടക്കുന്നത്. ധർമ്മസന്ദേശയാത്ര കോട്ടപ്പാടം പഞ്ചായത്ത് സമിതി ചെയർമാൻ ശിവദാസ് പാറയ്ക്കൽ, കൺവീനർ അരവിന്ദാക്ഷ മേനോൻ, ട്രഷറർ ആറ്റകര വിജയൻ, വിജയരാഘവൻ, VK അപ്പുക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയ്ക്ക് ഭീമനാട് സ്വീകരണം നൽകിയത്. പെരിന്തൽമണ്ണ രവിമംഗലം AUP സ്കൂളിൽ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ സ്ത്രീകളുടെ വൻ പങ്കാളിത്തം. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ V. അബ്ബാസ് ലഹരിക്കെതിരെ രക്ഷിതാക്കളെ ബോധവൽക്കരിച്ച് വിശദമായി സംസാരിച്ചു. ഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പോ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ക്രൈം. അതായത് എവിടെയൊക്കെ മയക്കുമരുന്നുണ്ടോ അവിടെ ഒരു ക്രൈമുണ്ട്. ഞാൻ പറയുമ്പോൾ ഈ തലയിൽ തട്ടപ്പെട്ടിരിക്കുന്ന എന്റെ ഉമ്മമാരെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ പോലുള്ള ഇതൊന്നും ഞാൻ തൊട്ടപ്പുറത്ത് സംഭവിക്കുന്നതല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത് സംഭവിക്കുന്നത് നമ്മളുടെ കുട്ടികളിലാണ് എന്ന് പറയാൻ തൊട്ടപ്പുറത്ത് സംഭവിക്കുന്നതല്ല, ആ കുറച്ച് അല്ലെങ്കിൽ ജില്ലന്റെ അപ്പുറത്ത് സംഭവിക്കുന്നതല്ല, ഈ പഞ്ചായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കഞ്ചാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു മുമ്പൊക്കെ കഞ്ചാവ് കടത്താൻ പറയാം, ഇപ്പൊ 1 കിലോ കണക്കിനാണ് പറയാ. ഇപ്പൊ അങ്ങനെ കിലോ കണക്കിനൊന്നുമല്ല, നമ്മൾ സ്വർണം തൂക്കുന്ന പോലെ ഗ്രാമം. ഇനി അതും പോയിട്ട് വെറുതെ ഇങ്ങനെ ഒരു തവണ ഒന്നും ഇങ്ങനെ മണപ്പിച്ചാൽ മതി, അപ്പോഴത്തേക്ക് കുട്ടികളിൽ അഡിക്ഷൻ വരുന്നു, കുട്ടികൾ അതിന് അടിമകളായി മാറുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു തവണ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒറ്റ തവണ കിട്ടിയാൽ മതി. ഏതെങ്കിലും തലതെറിച്ച മക്കളിൽ നിന്ന് ഒരു തവണ നിങ്ങളെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ അവൻ പറയുന്ന അനുസരിച്ച് പെരുമാറുന്നു. രക്ഷിതാക്കൾക്കായി എരവിമംഗലം AMUP സ്കൂളിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ ക്ലാസ് പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ T. അബ്ബാസ് നയിച്ചു. സാമൂഹ്യ വിപത്തായി മാറിയ ലഹരിയെയും മയക്കുമരുന്നിനെയും ചെറുക്കാമെന്ന ആഹ്വാനവുമായി സ്ത്രീകളുടെ വൻ പങ്കാളിത്തമാണ് പരിപാടിയിൽ കണ്ടത്. സൈബർ ഇടങ്ങളിലെ ചതികളും കൗമാരപ്രായക്കാർക്കിടയിലെ ദോഷ്യ പ്രവണതകളും സംബന്ധിച്ചും അതിനെതിരെ രക്ഷിതാക്കൾ കരുതൽ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും SI V. അബ്ബാസ് വിശദീകരിച്ചു.
കുട്ടികളെ ലഹരി പിടിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല. കുട്ടികൾ കൗമാര പ്രായത്തിൽ വളർന്നു വരുമ്പോൾ കുട്ടികളുടെ ചിന്തകളെ നമ്മൾ പറഞ്ഞാൽ നിൽക്കാത്തടത്ത് കിട്ടുന്ന സംഭവങ്ങൾ കുട്ടികൾക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങള് ഇപ്പൊ നമ്മളിതൊരു 19 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് രസം തോന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഡിജിറ്റൽ ഡിവൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ, ആ അഡോളസൻസിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ആരെങ്കിലും പിടിച്ചാൽ കിട്ടൂ? നിങ്ങളെ കുട്ടികൾ നിങ്ങളെ പിടുത്തത്തിൽ നിൽക്കൂ? ഒരിക്കലും നിൽക്കില്ല. അപ്പൊ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു രാസലഹരി ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സന്തോഷം ഉണ്ടാകും. നിരോധിത ലഹരി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഇത്തരം ഡ്രഗുകളെ, രാസലഹരികൾ ആണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കടന്നു കളിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ രാസലഹരി ഈ കുട്ടികൾ കടന്നു കളിക്കുമ്പോ നിങ്ങൾ പറയുന്നു എന്റെ കുട്ടി അത്തരത്തിൽപ്പെട്ടയാളല്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇപ്പൊ ഇവിടെ നേരെ ഉദ്ഘാടനത്തിൽ സംസാരിച്ച മാഷ് പറഞ്ഞു നിങ്ങൾ ആ കുട്ടികളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം. MTA സമിതി അംഗം സി റസീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി പി ശ്രീനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ സസ്യ പരിപാലന പ്രവർത്തനം നടത്തുന്ന സ്കൂളിനെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെരീഫ് പാറൽ, SI വി അബ്ബാസ് എന്നിവർ ചേർന്ന് പ്രധാനാധ്യാപകൻ പി ഹംസയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകി. മികച്ച കലാപ്രവർത്തനങ്ങൾക്ക് അധ്യാപിക ഇന്ദുശ്രീയെയും ആദരിച്ചു. NHRACF പ്രസിഡന്റ് CK അബ്ദുൾ ജബ്ബാർ, അബ്ദുൾ സമദ് തോട്ടശ്ശേരി, ദീപ റാണി, ഷെരീഫ് പാറൽ, അഹമ്മദ് മാസ്റ്റർ, മുഹമ്മദ് അലി KV, ഷൻസി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. പട്ടാമ്പി കണ്ണന്നൂരിൽ പാതയോരത്ത് ചെണ്ടുമല്ലിപ്പൂ വസന്തം. പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് കണ്ണന്നൂർ ഗ്രാമത്തിന് വർണ്ണക്കാഴ്ചയേകിയുള്ള പൂവസന്തം ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പി തൃത്താല പാതയിലെ കണ്ണന്നൂരിൽ നിന്നുള്ള കാഴ്ചയാണിത്. റോഡിന് ഇരുവശവും ചെണ്ടുമല്ലിപ്പൂ വസന്തം. ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് റോഡരികിലെ ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ. പ്രദേശവാസിയായ പന്തക്കൽ പറമ്പിൽ ഷിബുവാണ് പാതയോരത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ നട്ടുപിടിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇതിനാവശ്യമായ തൈകൾ ഷിബു തന്നെ എത്തിച്ചു നൽകി. 400ഓളം തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 20ലധികം പ്രദേശവാസികളുടെ കൂട്ടായ്മയിലായിരുന്നു പ്രവർത്തനങ്ങൾ. ജൂലൈ മാസത്തിൽ ഇതിൻ്റെ നടീൽ തുടങ്ങി. തുടർന്ന് ഈ കൂട്ടായ്മ പ്രവർത്തകർ തന്നെ ചെണ്ടുമല്ലിയുടെ പരിപാലനവും ഏറ്റെടുത്തു. മഴ വിട്ടുനിന്ന സമയത്ത് വെള്ളം കൊണ്ടുവന്ന് നനച്ചു. കീടബാധ നിയന്ത്രണത്തിനാവശ്യമായ വളപ്രയോഗവും ഇവർ നടത്തി. പൂക്കൃഷിയോ അതിൽ നിന്നുള്ള വരുമാനമോ അല്ല ഇവരുടെ ലക്ഷ്യം. നാടിൻ്റെ ഭംഗി മാത്രമാണ്. ഞങ്ങളിതൊരു കൂട്ടായ്മയായിട്ടാണ് ചെയ്തതാണ്. ശിവേട്ടനാണ് ഇതിൻ്റെ മെയിൻ. മൂപ്പര് പറഞ്ഞു ചെണ്ടാമല്ലി തൈ മേടിച്ച് നമുക്കിങ്ങനൊരു റോഡ് സൈഡിൽ വെച്ചാൽ ഒരു കാണാൻ ഷോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വെച്ചതല്ല. അത് ഞങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല, നാടിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്താണ്. കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തു. നല്ല തിരക്കാ ഇവിടെ. കുറച്ച് വൈകിട്ടാണ് ആൾക്കാർ കൂടുതലും വരിക. ഉച്ചയ്ക്ക് ശേഷമാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. ആ ഭംഗിയുണ്ടല്ലോ, അപ്പോൾ പറിക്കാനും തോന്നണില്ല. പൂവായി നോക്കുമ്പോൾ ഒരു കുറേ കഴിഞ്ഞ് വളരലും പിന്നെ വെള്ളം നനയ്ക്കുമ്പോൾ 2 ദിവസം മഴ കിട്ടുക കാരണം നനച്ചിട്ടില്ല. അതുവരെ 10 സ്ത്രീകളുണ്ട്, 10 പുരുഷന്മാർ, അങ്ങനെ കൂടിയിട്ടുണ്ട്. 1.5 ഇടം നനയ്ക്കും. അതുകൊണ്ട് തന്നെ ഓണ സീസണിൽ പൂവില ഉയർന്ന വേളയിൽ പോലും ഒരു പൂ പോലും ഇവിടെ നിന്നും പറിക്കാൻ ആരും തയ്യാറായില്ല. കാണാൻ വരുന്നവരോടും ഇക്കാര്യം തന്നെയാണ് കൂട്ടായ്മക്കാർ പറയുന്നതും. ആരും പൂ പറിക്കരുതെന്ന്. അടുത്ത വർഷം കൂടുതൽ ഭാഗങ്ങളിലേക്ക് ചെണ്ടുമല്ലി വെച്ചുപിടിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് കണ്ണന്നൂർ ഉൾപ്പെടുന്ന പ്രദേശം. നാടിൻ്റെ ഗ്രാമഭംഗി തന്നെയാണ് ഇതിന് മുതൽക്കൂട്ട്. ആ ഗ്രാമഭംഗിക്ക് മാറ്റേക്കുക കൂടിയാണ് ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ.
SFI പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി സെയ്താലി അനുസ്മരണം നടത്തി. പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നും വിദ്യാർത്ഥി റാലിയോടെയാണ് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത്. ആയിരത്തി 1974 പട്ടാമ്പി SNGS കോളേജിൽ SFI പ്രവർത്തകനായിരിക്കെ വിദ്യാർത്ഥികൾക്കു നേരെ ഉണ്ടായ അക്രമത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ എതിരാളികളുടെ കുത്തേറ്റാണ് സെയ്താലി മരിച്ചത്. വിദ്യാർത്ഥി റാലിക്ക് ശേഷം രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും പൊതുസമ്മേളനവും ഉണ്ടായി. SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം സജീവമാക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളെ പിടിമുറുക്കിയിരുന്ന അരാജക ശക്തികൾക്കെതിരായി അതിശക്തമായ നിലപാടാണ് SFIയുടെ സഖാക്കൾ ആകെയും സ്വീകരിച്ചത്. അരാജക ശക്തികളാണ് കേരളത്തിലെ ക്യാമ്പസുകളെ അന്ന് ഭരിക്കുന്നത്. ആ അരാജക ശക്തികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഇന്നത്തെ KSU ആണ്. ഇന്നത്തെ KSUവിന്റെ അന്നത്തെ നേതാക്കന്മാരാൽ നേതൃത്വം കൊടുത്ത എല്ലാ അരാജക പ്രവണതകളുടെയും കേന്ദ്രമായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ. ആ KSUവിന് കൂട്ടായി ABVP ഉണ്ടായി. ABVPയും KSUവും ചേരുന്ന അംശുദ്ധ മുന്നണിയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് തന്ന് എല്ലാ അരാജക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. രാഷ്ട്രീയ മേധുമയില്ലാത്ത അരാജകതയുടെ കേന്ദ്രമായി കേരളത്തിലെ ക്യാമ്പസുകളെ അവർ അധപ്പതിപ്പിച്ചു. സെയ്താലിയുടെ സഹോദരൻ K. അബ്ദുറഹ്മാൻ, CPIM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം EP ഗോപിക, ജില്ലാ സെക്രട്ടറി S. വിപിൻ, ജില്ലാ പ്രസിഡന്റ് V. അഭിഷേക്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VS അനൂജ, മുഹമ്മദ് ഷാദുലി, പട്ടാമ്പി ഏരിയ സെക്രട്ടറി VT സുജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം ജിജീഷ്, യൂണിറ്റ് പ്രസിഡന്റ് A. നന്ദകിഷോർ എന്നിവർ സംസാരിച്ചു. ഇസ്ലാമിക വീക്ഷണങ്ങളും പ്രവാചക ദർശനങ്ങളും പിന്തുടരുമ്പോൾ മാത്രമേ ഉത്തമ സമുദായമായി മുന്നോട്ടു പോകാൻ ഏവർക്കും സാധിക്കുകയുള്ളൂവെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്നതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതെന്നും യഥാർത്ഥ മതവിശ്വാസിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി K. ശ്യാംപ്രസാദും പറഞ്ഞു. പെരിന്തൽമണ്ണ ആനമങ്ങാട് മാദിൻ ബ്രില്യൻസ് അക്കാദമി മീലാദ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ആനമങ്ങാട് മാദിൻ ബ്രില്യൻസ് അക്കാദമി സംഘടിപ്പിച്ച മിലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ക്യാമ്പസ് ആർട്സ് ഫെസ്റ്റിവൽ 7ാമത് എഡിഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക വീക്ഷണങ്ങളും പ്രവാചക ദർശനങ്ങളും പിന്തുടരുമ്പോൾ മാത്രമേ ഉത്തമ സമുദായമായി മുന്നോട്ടു പോകാൻ ഏവർക്കും സാധിക്കുകയുള്ളൂ എന്ന് AK മുസ്തഫ പറഞ്ഞു. ഓരോ കാലത്തും മാറി മാറി വരുന്ന ചതിക്കുഴികളെയും ജീർണതകളെയും മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാറ്റിൽ നിന്നും അതീതനായി ഞാൻ തിരുസുന്നത്തിനെയും പ്രവാചകൻ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധ കാര്യങ്ങളുടെയും വക്താവായി അതെനിക്ക് ബോധ്യം വന്ന രീതിയിൽ ഞാൻ കൃത്യമായി അനുഷ്ഠിക്കുകയും അതേ ബോധ്യം മറ്റുള്ളവരിലേക്ക് പകരാനും ബാധ്യസ്ഥനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നേറുമ്പോൾ മാത്രമാണ് സമുദായത്തിലെ സമൂഹത്തിലെ ഒരംഗം എന്നുള്ള നിലക്കുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുകയുള്ളൂ. ആ അർത്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വവും സമൂഹ ജീവി എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്വവും ഒക്കെ നിറവേറ്റുന്ന രൂപത്തിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം വീശുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇങ്ങനെ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ. മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്നതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതെന്നും യഥാർത്ഥ മതവിശ്വാസിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും ചടങ്ങിൽ സംസാരിച്ച DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി K. ശ്യാംപ്രസാദും പറഞ്ഞു. ഏത് മേഖല പരിശോധിച്ചാലും ലോകത്തിന് മുമ്പിൽ ഒരു മാതൃക തീർക്കാൻ നമ്മുടെ നാടിന് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്ത് തന്നെ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും ശക്തമായ മണ്ണുള്ള നാടാണ് നമ്മുടെ നാട്. ആ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ നാടിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് എന്നതാണ് ഞാൻ കാണുന്നത്. ഏത് വേദികളിലും സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പ്രാധാന്യം നൽകാറുള്ളത് മതനിരപേക്ഷത നമ്മുടെ നാടിനകത്ത് സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശം പങ്കുവെക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മതനിരപേക്ഷമായൊരു മണ്ണ് നമ്മുടെ നാട് അത് സാധ്യമായതുകൊണ്ടാണ്. മറ്റൊരു സംസ്ഥാനത്ത് ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ ഇതുപോലെയുള്ള കൂടിയിരിക്കലുകൾ നമുക്ക് എത്രമാത്രം സാധ്യമാണ് എന്ന് പരിശോധിച്ചാൽ വളരെ പ്രയാസകരമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
സിറാജ് അസിസ്റ്റന്റ് എഡിറ്ററും എഴുത്തുകാരനുമായ മുസ്തഫ പി എറക്കൽ മുഖ്യാതിഥിയായിരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് KKS തങ്ങൾ, പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ആനന്ദൻ, ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സയ്യിദ് അലിക്കൽ, മുഹമ്മദ് അലി ബുഖാരി, സാബിത് സഖാഫി എന്നിവർ സംസാരിച്ചു. ഡിഫൈനിങ് ദി പാത്ത് എന്ന പ്രമേയത്തിൽ 3 ദിവസങ്ങളിലാണ് മിലാദ് സമ്മേളന പരിപാടികൾ നടന്നത്. ഗ്രാൻഡ് മൗലീദിന് SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുർത്തള ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. മിലാദ് സ്നേഹറാലിക്ക് അബൂബക്കർ ഭാഗവി, സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ, ഷൗക്കത്ത് അലി സഖാഫി, ഹനീഫ സഖാഫി ആനമങ്ങാട് എന്നിവരും ആലിപ്പറമ്പ് കേരള മുസ്ലിം ജമാഅത്ത് SYS SSF നേതാക്കളും നേതൃത്വം നൽകി. സെപ്റ്റംബർ 22 വൈകുന്നേരം നടക്കുന്ന മിലാദ് കോൺഫറൻസിൽ റാഫി അഹ്സനി മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ പണ്ഡിതന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഷൊർണൂർ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ ഷൊർണൂർ ടൗണിൽ ഐക്യദാർഢ്യ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ റാലി ഷൊർണൂർ ടൗണിൽ അവസാനിച്ചു. നൂറിൽ പരം മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ അണിനിരന്നു. പ്രതിഷേധ റാലിയിൽ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. തുടർന്ന് ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ ഗാനാലാപനവും ഷൊർണൂർ മഹല്ല് ഇമാം ഉമർ ഫാറൂഖ് ഭാഗവി ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ ശക്തമായ അപലപനവും നടത്തി. പ്രതിഷേധ റാലിക്കും സംഗമത്തിനും നുസ്രത്തുൽ ഇസ്ലാം മദ്രസ പ്രധാനാധ്യാപകൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി KK നേതൃത്വം നൽകി. പ്രതിഷേധ സംഗമത്തിൽ അധ്യാപകരായ അബ്ദുൽ സലാം വാഫി, യൂസഫ് മൗലവി, അബ്ദുൽ ഖാദർ മൗലവി, ഹാഫിൽ നൌഫൽ, മുഹമ്മദ് സലാഹ്, അബ്ദുൽ ഹമീദ് മൗലവി എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ നസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റി വിദ്യാഭ്യാസ കൺവീനർ മജീദ് ഷൊർണൂർ, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ജലീൽ KM, വിദ്യാഭ്യാസ സമിതി ഭാരവാഹിയായ ഉമർ ഉസൈൻ മാട്ടുമ്മൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടത്തൂർ മണ്ണാർ മലയിലെ പുലി ട്രോളുകളിലും നിറഞ്ഞു നിൽക്കുന്നു. പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ പുലി ഭീതി പരത്തുമ്പോൾ ട്രോളന്മാർക്ക് ഹാസ്യ കഥാപാത്രത്തിനായി പുതിയ അതിഥിയെയും കണ്ടന്റും ലഭിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം മണ്ണാർ മലയിൽ വീണ്ടും പുലി ഇറങ്ങിയത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനും ഭീതിക്കും ഇടയാക്കിയിരുന്നു. പുലി വന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ ഇത് വ്യാപകമായി പ്രചരിച്ചു. നാട്ടുകാരിൽ ഭീതിയുടെ നിഴലായി വിലസുന്ന പുലി ഹാസ്യകഥാപാത്രത്തിനുള്ള പുതിയ കണ്ടന്റാണ് ട്രോളന്മാർക്ക്. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ദൃശ്യങ്ങളിൽ മാത്രമല്ല കാർട്ടൂൺ ചിത്രങ്ങളിലൂടെയും പുലിയുടെ ട്രോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മണ്ണാർമലയിൽ പതിവായി പുലി ഇറങ്ങുന്നത് നജീബ് കാന്തപുരം MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതിനെ തുടർന്ന് പുലിയെ വെടിവെക്കാൻ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്തു. ജീവനക്കാരെ മാറ്റി നിർത്തിയായിരുന്നു അക്രമം. കമ്പ്യൂട്ടറുകളും കസേരകളും അടിച്ചു തകർത്തു. അർഹരായവർക്കെല്ലാം ഭൂമി നൽകുക എന്നത് സർക്കാർ നയമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ സ്മാർട്ട് കാർഡുകൾ കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതലെന്നും മന്ത്രി. മുണ്ടൂർ തൂത പാത നിർമ്മാണം. പണി പൂർത്തിയായ ഭാഗങ്ങളിൽ റോഡ് തകർച്ച. തൂത ഹെൽത്ത് സെന്ററിന് സമീപമാണ് റോഡ് തകർന്നത്. പരാതിയെ തുടർന്ന് റീടാർ ചെയ്ത ഭാഗമാണ് വീണ്ടും പൊളിഞ്ഞത്. പരാതി നൽകാനെത്തിയ പൊതുപ്രവർത്തകനോട് ചെർപ്പളശ്ശേരി SI മോശമായി പെരുമാറിയതായി ആരോപണം തള്ളി പോലീസ്. സമ്പൂർണ്ണ AI സാക്ഷരതാ പദ്ധതി പ്രഖ്യാപനം നടത്തിയ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. ആദ്യപടിയായി ആലിപ്പറമ്പ് GLPയിൽ AI ലാബും സജ്ജമായി. പദ്ധതി മലപ്പുറത്തെ വീണ്ടും അടയാളപ്പെടുത്തുമെന്ന് നജീബ് കാന്തപുരം MLA. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.